എല്ലാവരും ഒറ്റപ്പെടുത്തുമ്പോ, എല്ലാവരും സങ്കടപ്പെടുത്തുമ്പോ, പടച്ചവനെ സാമ്പത്തിക നഷ്ടം വരുമ്പോ, എല്ലാം തകർന്ന് തരിപ്പണമാകുമ്പോ, ഒറ്റ നിമിഷം കൊണ്ടതോരും ഈ ജീവിതം അവസാനിപ്പിക്കാറ്. അങ്ങനെ തോന്നുമ്പോ മനസ്സിന് ധൈര്യം വേണോ? ആരൊക്കെ ഒറ്റപ്പെടുത്തിയാലും അല്ലാഹുവിന്റെ സഹായം വേണോ? ആയിഷ ബീവിയോട് ചോദിക്കുകയാ, നീ എന്തു പറഞ്ഞിട്ടായിരുന്നത്? നീ എന്തു പറഞ്ഞിട്ടായിരുന്നത്? നബിയേ, യാ റസൂലല്ലാഹ്, ഒരു ദിക്ർ പറഞ്ഞു നബിയേ, ഒരു ദിക്ർ പറഞ്ഞു നബിയേ. ആ ദിക്റാണ് എനിക്ക് ധൈര്യം തന്നത്. ഏത് ദിക്റാണെന്നറിയുമോ? ഹസ്ബുനല്ലാഹ്, ഹസ്ബുനല്ലാഹ്, ഹസ്ബുനല്ലാഹു നിഅമൽ വകീൽ, നിഅമൽ മൗലാ വനിഅമൻ നസീർ. പടച്ചവനെ, ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹാ ഈ ദിക്ർ പറഞ്ഞടോ, ഈ ദിക്ർ പറഞ്ഞിട്ടാണ് അവിടുന്ന് പിടിച്ചിരുന്നത് എന്ന് അവിടുന്ന് നബി തങ്ങളോട് പറയുമ്പോൾ, നിർബന്ധമാണ്, നിന്റെ വീട്ടിൽ ഫർളാണ് സൂറത്തുൽ വാഖിയ പാരായണം ചെയ്യൽ, ഫർളാക്കണം. എന്തിനെന്നറിയുമോ? നബി തങ്ങൾ പറഞ്ഞു, ഇദാ വഖഅത്തിൽ വാഖിയ ലൈസ ലിവഖഅതിഹാ കാദിബ. ഈ സൂറത്ത് ആരുടെയെങ്കിലും വീടിനകത്ത് പാരായണം ചെയ്താ അല്ലാഹു ദാരിദ്ര്യം കൊടുക്കില്ല എന്ന് നബി മുഹമ്മദ് മുസ്തഫ. വീട്ടിൽ ഈ സൂറത്ത് മഗ്രിബിന്റെ ഇശായിന്റെ ഇടയിൽ ഓതൽ ഫർളാണ്, ഓതൽ നിർബന്ധമാണ്. ഓതിയാൽ ഒരിക്കലും നിന്റെ വീട്ടിൽ ദാരിദ്ര്യം വരില്ല, ഒരിക്കലും ദാരിദ്ര്യം വരില്ല. നിസ്കാരത്തിൽ മോഷണമുണ്ടെന്ന് നബിഹിന റസൂലുള്ളാഹി. നിസ്കാരത്തിൽ മോഷണമുണ്ട്. സഹാബത്ത് അത്ഭുതത്തോടെ ചോദിക്കുന്നു, എന്താ നബിയ നിസ്കാരത്തിലെ മോഷണം? അല്ലേ, റുക്കൂഉം സുജൂദും നേരെ ചെയ്യാത്തത് പിന്നെന്താ? സൽസ്വഭാവ. എടാ, ഒരാൾ സുജൂദ് ചെയ്യുമ്പോൾ അവന്റെ ശരീരത്തിലെ നെറ്റിത്തടം, രണ്ട് കൈകൾ, മൂക്ക്, രണ്ട് കാലിന്റെ മുട്ടിതക്ക് വിരലുകൾ, ഇതെല്ലാം എല്ലാ അവയവങ്ങളും കൊണ്ട് ചെയ്യുന്നതിനാ സുജൂദ് എന്ന് പറയുന്നത്. അതിൽ എന്തെങ്കിലും പോയി കഴിഞ്ഞാൽ കഴിഞ്ഞില്ലേ? എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ചതിയും വഞ്ചനയും മോഷണവും നിന്റെ സൽക്കർമ്മങ്ങൾ അല്ലാഹുവിലേക്ക് ചെല്ലുന്നതിനെ തടയുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ.